സുപ്രീം കോടതി വിധി വളരെ സ്വാഗതാർഹമാണ്. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും തന്നെ പാർലമെന്റിനകത്ത് സംസാരിച്ചവരും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ സംസാരിച്ചവർ ഉന്നയിച്ചത് തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സംസാരിച്ചവർ മുഴുവൻ പേരും അതിലൂന്നിയാണ് സംസാരിച്ചത്. പാർലമെന്റിന് പുറത്തും അഭിപ്രായങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭരണഘടനാ വിരുദ്ധതയാണ് ഇതിന്റെ ഒരു ഇന്ററിം ഓർഡർ ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് തന്നെ. അത് പ്രൈമ ഫേസി അത് സുപ്രീം കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്, ഇതിന്റെ ഭരണഘടന വിരുദ്ധത ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അതായത് വഖഫ് കൗൺസിലിലേക്കോ വഖഫ് ബോർഡിലേക്കോ നിയമനങ്ങൾ പാടില്ല എന്നും വഖഫ് പ്രോപ്പർട്ടി ആയിട്ടുള്ളത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നിലനിൽക്കും എന്നുള്ളത്. ഇനി അടുത്തൊരു ഹിയറിംഗ് വരെ ഇങ്ങനെ ഒരു ഇന്ററിം ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് സുപ്രീം കോടതി ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത ആദ്യം തന്നെ പ്രൈമ ഫേസി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇന്ററിം ഓർഡർ പാസ്സാക്കിയിരിക്കുന്നത്. ഇത്